നാട്ടുകാർ ചുമ്മാ ഒരു കഥകൾ ഉണ്ടാക്കുന്ന രണ്ടുപേരും കൂടി ഹോട്ടൽ മുറിയിലേക്ക് പോയതോ അത് വെറുതെയാണോ? ഹലോ, അങ്ങനെ സുഗമോ ദ്വീപിൽ വമ്പൻ പ്രഹരമേൽക്കുകയാണ് കൂട്ടുകാരെ നമ്മുടെ ദേവികയ്ക്ക്. ദേവിക ആത്മഹത്യക്ക് ശ്രമിക്കുമോ എന്നുള്ളതാണ് ഇവിടെ വലിയ ചോദ്യം. അതേ കൂട്ടുകാരെ, നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ഇസബലയും നന്ദനും റൂം എടുത്ത എന്താ പറയാ ഹോട്ടലിലേക്ക് നമ്മുടെ ചന്ദ്രമതിയും വരുന്നുണ്ടല്ലോ. അപ്പൊ ചന്ദ്രമതി ഇവരെ കണ്ടിട്ട് സംശയം തോന്നി ഒരു മുറി തുറക്കുമ്പോഴത്തേക്കും അവിടെ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ അതിഭീകരമായിരിക്കും. ഇവർ തമ്മിൽ കിസ് ചെയ്യുന്ന പോലെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മുടെ ചന്ദ്രമതി കാണുന്നത്. അപ്പൊ എടാ നന്ദ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ഇപ്പൊ നീ എന്റെ കൂടെ വരണം എന്നും പറഞ്ഞ് നന്ദനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ഇല്ല നന്ദൻ എങ്ങോട്ടും വരില്ല എന്നും പറഞ്ഞിട്ട് നന്ദനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ചന്ദ്രമതി ദേവികേനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളൊക്കെ ദേവിക കണ്ടു കാണുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മുരളി പറയുന്നുണ്ട്, ഏയ് അതൊക്കെ നാട്ടുകാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, എന്നിട്ടാണോ അവർ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ദേവിക ആകെ ഷോക്കിൽ നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദേവികയ്ക്ക് നന്ദനിൽ പരം ഒന്നുമില്ല ആ ഒരു ലൈഫിൽ. അപ്പൊ എന്തായാലും നമ്മുടെ ദേവിക ആ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത്. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.